ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനത്തെ 10 ദിവസത്തെ ആഘോഷവും ബേളവും കളിയൊക്കെ കഴിഞ്ഞ് ഇന്നതേ വീണ്ടും സ്കൂളിലേക്ക് പോകണം കേട്ടോ. ഓണാവധിയൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ ആൾക്ക് മടിയൊന്നുമില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ 10 ദിവസത്തെ ആ ഒരു റെസ്റ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം. എന്നും പോകുമ്പോൾ ആൾക്ക് മടുപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി പോയിട്ട് വരുമ്പം. ഇന്നെന്തോ ഓക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ അവനെ പല്ല് തേപ്പിക്കാനായിട്ട് നിർത്തി. എനിക്ക് ആ സമയത്ത് അവൻ്റെ യൂണിഫോം തേക്കണം, അവൻ്റെ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ റെഡിയാക്കണം. ഇതെല്ലാം ഇതിനിടയ്ക്ക് അങ്ങ് നടന്ന് പോകണം. അപ്പോൾ ഇവനൊന്ന് സഹകരിച്ച് തരാണെങ്കിൽ ബാക്കി പണികളങ്ങ് സ്മൂത്തായിട്ട് നടക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഉത്സാഹത്തിലൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് മടിയൊന്നുമില്ല. സ്കൂളിൽ പോകാനും കൂട്ടുകാരുടെ അടുത്ത് നിൽക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ചെറിയൊരു മടി അത് പൊതുവെ എല്ലാ കുട്ടികൾക്കും കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ പോകുകയും വരുമൊക്കെ ഡെയിലി ചെയ്യുമ്പോൾ ഒരു ചെറിയ മടുപ്പുണ്ടാവുമല്ലോ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ സമയത്തിന് സ്കൂൾ ബസ് കയറ്റി വിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പാടല്ലേ, എല്ലാം നോക്കണ്ടേ. അങ്ങനെയുള്ള സമയം കൊണ്ട് എല്ലാം തട്ടിക്കൂട്ടി വേഗം അങ്ങ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. യൂണിഫോം ഒക്കെ ഒന്ന് തേച്ച് വെച്ചിട്ട് വേണം ആളെ ഒന്ന് കുളിപ്പിക്കാനായിട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ എത്ര ചൂടാണെങ്കിലും എന്നോട് പറയാം അമ്മയെ തണുക്കുവാന്ന്. അപ്പോൾ ഉടനെ ഡ്രസ്സ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊക്കെ ഒന്ന് തേച്ച് വെച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് അവനെ കുളിപ്പിക്കാനായിട്ട് പോകാമെന്ന്. അങ്ങനെ എന്താ പറയുക, അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകും. പിന്നെ വീട്ടിൽ അനക്കവും ബഹളമൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഇതേ ഡ്രസ്സൊക്കെ തേച്ച് വെച്ചു. പിന്നെ എന്താ പറയുക, ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും ഒക്കെ ഒന്ന് റെഡിയാക്കി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി വെക്കണം. പിന്നെ ചോറ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കൊടുത്തു വിടാറില്ല. ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും എന്താ പറയുക, ചപ്പാത്തി ദോശ അങ്ങനെയൊക്കെ വല്ലതും കൊടുത്തു വിടുള്ളൂ കേട്ടോ. കാരണം ചോറ് അവൻ മുഴുവൻ കഴിക്കാറില്ലെന്ന് അവൻ്റെ ടീച്ചർമാർ പറഞ്ഞതുകൊണ്ട്. അത് കഴിഞ്ഞ് തേണ്ടേ അവനെ കുളിപ്പിക്കാനായിട്ട്. എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഉടനെ ഒന്നും കുളിക്കാൻ വരില്ല കേട്ടോ. ഇന്നെന്തോ എണ്ണ തേച്ച ഉടനെ എൻ്റെ അടുത്ത് കുളിക്കാൻ വന്നു. അപ്പം ഞാനെന്നും തലയിൽ എണ്ണ നല്ലോണം തേച്ചിട്ട് കേട്ടോ വിടുന്നത്. എനിക്കിങ്ങനെ എണ്ണ തേക്കാതെ കുളിക്കുന്നതിനോട് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് നല്ലപോലെ എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടൊക്കെ എന്നും വിടാറില്ലേ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഈ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ. ടി വി വെച്ചില്ലെങ്കിൽ അവന് ശ്രദ്ധ മാറി അവനൊന്നിനും ഇരുന്ന് തരത്തില്ല. ടി വി ഉണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കി ഇരുന്നോളും, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. തല തോർത്താൻ ഇഷ്ടമല്ല പൊതുവെ. ഒരുപാട് നേരം തോർത്തുമ്പം മടുത്തെന്ന് പറയും. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ആളെ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയാക്കി മുടിയൊക്കെ ഒന്ന് ചീവി. പിന്നെ അതിനിടയ്ക്ക് ബെൽറ്റും ID കാർഡൊക്കെ ഇടണം, പൗഡർ ഇടണം. ഇതൊന്നും പൗഡറൊക്കെ ഇടുന്ന കാര്യത്തിന് ഭയങ്കര ഇഷ്ടക്കേടാണ് കേട്ടോ. അതെന്നാണേലും പൗഡർ ഇടാൻ നേരത്തെ ഇഷ്ടക്കേടാണ്. അങ്ങനെ ഒരു തരത്തിൽ ഒരുക്കി റെഡിയാക്കി അവനെ ഒന്ന് ഒരുക്കി റെഡിയാക്കി ഇരുത്തിയിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകാനായിട്ട്. പിന്നെ ഫുഡൊക്കെ കൊടുക്കാം. ഫുഡ് കഴിക്കാനായിട്ട് താമസമാണ്. പിന്നെ ആ സമയത്ത് നമ്മൾ കുറച്ച് നേരം ഫോൺ കൈ കൊടുക്കും, ഫുഡ് കഴിക്കാൻ മാത്രം. അല്ലെങ്കിൽ സ്കൂൾ ബസ് പോകുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തില്ല, കുറച്ചങ്ങ് നടക്കണേ ഇവിടെ നിന്ന് പോകുമ്പം. അതുകൊണ്ട് ആ സമയത്ത് മാത്രം ഇച്ചിരി നേരം ഫോൺ കൈ കൊടുക്കും. അത് കണ്ടുകൊണ്ട് വേഗം ഫുഡ് കഴിച്ചോട്ടെ എന്നോർത്ത്. ഈ എത്തി നോക്കുന്ന ടി വിയിലേക്കാണ്. അവൻ്റെ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് കുളിക്കാനായിട്ട് പോയില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ശരിയാവില്ല. പിന്നെ എന്താ പറയണേ, സ്കൂൾ ബാഗിൽ ബുക്കും കാര്യങ്ങളൊന്നും അടുക്കി വെച്ചിട്ടില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ടി വിയിൽ നോക്കിയിരിക്കണേ. പിന്നെ ഞാൻ കുളിക്കാൻ പോയ സമയത്ത് അമ്മ ഫുഡ് കൊടുത്തു. ആ സമയത്ത് മൊബൈൽ ഉള്ളതുകൊണ്ട് ഫുഡ് വായിലേക്ക് പോകുന്ന അറിയത്തില്ല കേട്ടോ. നമുക്ക് പണി എളുപ്പമായി. അത് കഴിഞ്ഞിട്ട് ബാഗിൽ ബുക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ. ബുക്കൊക്കെ അന്ന് എടുത്ത് വെച്ചപടി ഇരിക്കുവാണ്. പിന്നെ ഇന്നലെ ഒന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. ഓണപ്പരിപാടിയൊക്കെ എല്ലായിടത്തും. അങ്ങനെ ബുക്കും ബാഗൊക്കെ എടുത്ത് വെച്ചു. ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ഒന്ന് റെഡിയാക്കി അതെല്ലാം ഒന്ന് ബാഗിൽ എടുത്ത് വെച്ചിട്ട് വേണം എന്താ പറയാനായിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട്. ഇപ്പോൾ ഒരു കാര്യം വിട്ടു പോകരുതില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒന്നും എടുത്ത് വെക്കണം. രാവിലെ കുറച്ച് തത്രപ്പാടേ ഉള്ളൂ. പക്ഷേ സ്കൂളിൽ പോകാൻ ആൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല. എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, അവനും ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഇതെല്ലാം ഒന്ന് പൊതിഞ്ഞ് ബാഗിലൊക്കെ ആക്കി ആളെ പ്രാർത്ഥിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. നമുക്കിവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാനായിട്ടുണ്ട്. നടക്കാൻ മടിയൊന്നുമില്ല, രാവിലെ ഉത്സാഹത്തോടെയാണ് പോകുന്നത്. അങ്ങനെ ഞാനും കൊണ്ടാക്കാനായിട്ട് പോകും. ബസ് വരുന്നത് പയസ്മൗണ്ട് പള്ളിക്കലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് നടക്കുവേ. കുറേ കണ്ടോ ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. എൻ്റെ അടുത്ത് കഥയൊക്കെ പറയാം, പിന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ പോകുന്നത്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു കേട്ടോ. ബസ്സിൽ പോകാനുള്ള ഇഷ്ടം കൊണ്ടാണ് പുള്ളി പോകണതെന്ന് എനിക്കറിയാം. അങ്ങനെ ബസ്സിൽ അവനെ കയറ്റി സേഫാക്കി വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.